ഹലോ ഫ്രണ്ട്സ്, ഇതാണ് വോയിസ്. നമ്മൾ കാണാൻ പോകുന്നത് ബോറുട്ടോ നാരുട്ടോസ് നെക്സ്റ്റ് എഡിഷനിലെ എപ്പിസോഡ് നമ്പർ 289, 290, 291 എന്ന് പറയുന്ന കിടില എപ്പിസോഡ്സ് ആണ്. നമ്മളുടെ കോഡ് വന്നിട്ട് പിന്നെ എന്തായി എന്നുള്ളതാണ് ഈ എപ്പിസോഡ്സ് പറയുന്നത്. കുറേയധികം വീഡിയോ ലേറ്റ് ആവുന്നതുകൊണ്ട് എനിക്കറിയാം, കാരണം ഐ നോ ആഫ്റ്റർ എഫക്ട്സ് ഓഫ് പെട്ടെന്ന് ചെയ്യുന്നതിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ നേരെ എപ്പിസോഡിലേക്ക് പോവാം. ആദ്യം കാണിക്കുന്നത് നമ്മളുടെ കവാക്കിയും കോഡിനെയാണ്. നമ്മളുടെ കവാക്കി എവിടുന്ന് ഓടി ഇറങ്ങി വരാണ്. അവൻ വന്ന് നോക്കുമ്പോൾ കോഡ് പുറകെ ഇറങ്ങി വരാണ്. കോഡ് പറയാണ്, നീ ഇപ്രാവശ്യത്തേക്ക് രക്ഷപ്പെട്ടു, പക്ഷെ നിനക്ക് ആ ഒരു ബ്ലാക്ക് ആർമ ഉള്ളത് കൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ വെറുതെ വിടുന്നത്. മാസ്റ്ററിന് അത് വളരെ ആവശ്യമാണ്, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഈ നിമിഷം കൊന്നുകളയുമെന്ന്. എന്നിട്ട് അവൻ്റെ കണ്ണിലുള്ള വാശി കാണണം. ആരുടെ? കോഡിൻ്റെ. അവൻ്റെ കണ്ണിലുള്ള വാശി അവന് കിട്ടാത്ത ഒന്ന് കവാക്കിക്ക് കിട്ടിയേക്കുന്നു. പ്രിവിലേജ്. ആരുടെ അടുത്ത്? ഒഷിക്കിയുടെ അടുത്ത്. ജിഗന്റെ വെസലാവാൻ നിനക്ക് ഒരു അവകാശവും ഇല്ലായിരുന്നു എന്ന് ആര് പറയാണ്? കോഡ് പറയാണ്. ഞെട്ടിയതേക്കാണ് നമ്മളുടെ കവാക്കി. മുന്നിൽ നോക്കുമ്പോൾ സമുറയും അതുപോലെ തന്നെ അമ്മയോയും നിൽക്കാണ്. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമ്മളുടെ അമ്മയോട് ചോദിക്കുമ്പോൾ, അതെ, ഞാൻ ഒരു പ്രത്യേക സ്വപ്നം കണ്ടു. ഓ, നീ ആരെയാ സ്വപ്നം കണ്ടതെന്ന് എനിക്ക് മനസ്സിലാകും. അത് ആരാന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിച്ച ആൾ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ, അതെ, നിങ്ങൾ ഉദ്ദേശിച്ച ആൾ തന്നെ ആയിരിക്കും, അത് കോഡായിരുന്നു എന്ന് പറയാണ്. നീ അവനെ കാണേണ്ടതായിട്ടുണ്ട്, കാരണം നിന്റെ മുന്നിലും ലീഫ് വില്ലേജിന്റെ മുന്നിലും നീ ഒരുപാട് സ്നേഹിക്കുന്ന ഹൊക്കാഗയുടെ മുന്നിലും ഇനി വരാൻ പോകുന്ന ആപത്ത് അല്ലെങ്കിൽ മരണമാണ്, അവസാനമാണ് എന്ത്? കോഡ്. അപ്പോൾ കവാക്കി പറയാണ്, എനിക്കിപ്പോൾ ഒരു പവറും തന്നെ ഇല്ല, എനിക്ക് എൻ്റെ ഹൊക്കാഗിനെ സഹായിക്കാൻ ഇപ്പോൾ പറ്റൂല എന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ അമ്മയുടെ പറയാണ്, നിന്റെ ഹെൽത്തൊക്കെ പൂർണ്ണമായിട്ടും ഞാൻ റിക്കവർ ആക്കി തന്നിട്ടുണ്ട്, നീ എന്നിട്ടും നിനക്ക് പവറില്ല, രക്ഷിക്കാൻ പറ്റൂല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിനക്ക് ആവശ്യം കർമ്മ തന്നെ അല്ലേ എന്ന്. അതല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ കവാക്കി ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇല്ല എന്തൊക്കെ പറഞ്ഞാലും ഒരു കിളിക്കൂട്ടിലായി കഴിഞ്ഞാൽ അത് എത്ര ദൂരം പോയാലും പിന്നെയും ആ കിളിക്കൂട്ടിൽ തന്നെ വന്ന് കയറും. അതായത് നിന്റെ ഉള്ളിൽ എന്താണ് ഇപ്പോൾ കർമ്മയുണ്ടായിരുന്നു, അത് പോയി എന്നാണോ നീ വിചാരിക്കുന്നത്? ഒരിക്കലും ഇല്ല. നിന്റെ ഉള്ളിൽ അത് ഇനിയും ബാക്കിയുണ്ട്. ഇല്ല, അത് ബാക്കിയില്ല. നിങ്ങൾ ഹൊക്കാഗേനെ പറ്റിക്കില്ല, നിങ്ങളത് പറയില്ല എന്ന് പറയാണ്. അപ്പോൾ ഞാൻ എന്തിനു പറയണം? ഇത് നിന്റെ ഉള്ളിൽ ഉള്ള കാര്യമാണ്. ആർക്കും അത് മുഴുവനായിട്ടും പറിച്ചു മാറ്റാനായിട്ട് പറ്റത്തില്ല. പറ്റുമായിരുന്നെങ്കിൽ ഞാനത് ചെയ്തേനെ, പക്ഷെ ഇത് നടക്കാത്ത കാര്യമാണ്. നിന്റെ ഉള്ളിൽ നിന്നും സമയമാകുമ്പോൾ അത് തന്നെയേ പുറത്തു വന്നോളും, നിന്റെ ഉത്തരവോടുകൂടെ. കവാക്കിയോട് ചോദിക്കുകയാണ്, നിനക്കത് ആവശ്യമുണ്ട് എന്ന് തന്നെയല്ലേ നീ ഉദ്ദേശിക്കുന്നതെന്ന്? ഇല്ല, എനിക്കത് ആവശ്യമില്ലാതെ തന്നെ ഞാൻ എൻ്റെ ഹൊക്കാഗേനെ രക്ഷിക്കും എന്ന് കവാക്കി പറയണം. ഓ, അങ്ങനെയാണെങ്കിൽ പൊക്കോ എന്ന് അമ്മയുടെ പറയാണ്. അപ്പോഴത്തേക്കും കവാക്കി പറയാണ്, നിങ്ങൾ ഇനി കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, നിങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് വെറുതെ വിട്ടു എന്ന് പറഞ്ഞിട്ട് കവാക്കി പോവാണ്. അത് കണ്ടിട്ട് സിമറയ്ക്ക് ഭയങ്കര വിഷമാവാണ്. അവൾ ചോദിക്കുകയാണ്, എന്തിനാ അങ്ങനെയെന്ന്. ഒരാളെ എത്ര തന്നെ മാറ്റാൻ നോക്കിയാലും അയാൾ മാറത്തില്ല, കാരണം ഒരാൾ അങ്ങനെയാണ് എന്നാര് പറയാണ്? നമ്മളുടെ അമ്മയുടെ. നമ്മളുടെ ആ ഒരു കവാക്കിയോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, അതായത് എത്ര തന്നെ ഒരു കിളി കൂട് പൊളിച്ച് വെളിയിൽ പോയാലും ആ കിളി തിരിച്ച് ആ കൂട്ടിൽ തന്നെ വരുമെന്ന്. അപ്പോഴത്തേക്കും അതോർത്ത് സിമറെ പറയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയായിരിക്കാം, പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെ കയറുമ്പോൾ ആ കിളിക്കൂട്ടിൻ്റെ വാതിലിന് എന്ത് പറ്റുമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? അത് മുഴുവനായിട്ട് തന്നെ തകർന്നു പോകായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ അമ്മയുടെ പറയാണ്, അതിനേക്കാളും കാര്യം ആ കിളിക്കൂട് പ്രൊട്ടക്റ്റഡ് ആണോ? ആ കിളിക്കൂട് ഉദ്ദേശിക്കുന്ന കാര്യം ആ കിളിയെ പ്രൊട്ടക്ട് ചെയ്യാന്നാണ്. അത് നടക്കുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം. കവാക്കി ഉദ്ദേശിക്കുന്നത് നറൂട്ടോനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നാണ്. അപ്പോൾ അതിന് എന്ത് വില കൊടുക്കാനും കവാക്കി റെഡിയാണ്. അപ്പോൾ കവാക്കി അതിന് കർമ്മ വളരെയധികം ആവശ്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, കർമ്മ അവനെ വിട്ട് പോകാൻ പോകുന്നില്ല, കാരണം അത് കുറേ നാളായിട്ട് തന്നെ അവൻ ദേഹത്ത് ഉള്ളതെന്നാണ്. അത് മാറ്റാൻ പാടാണ്. കവാക്കി പോകുമ്പോൾ തന്നെ അവൻ കേക്കച്ച് തന്നെ ആര് പറയുന്നുണ്ട്? അമ്മയുടെ പറയുന്നുണ്ട്, ഇപ്പോഴും നിന്റെ ദേഹത്തുള്ള മൈക്രോ ബയോടെക്നോളജി ആയിട്ടുള്ള ആ കൈ വർക്ക് ചെയ്യുന്നില്ലേ? അതിൽ നിന്നും നിനക്ക് ആ ഒരു പ്രത്യേക തരം ഒരു സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അത് നിന്റെ കർമ്മയുടെ എഫക്റ്റ് ആണെന്ന്. അതേസമയം ഇത് ആഡൊക്കെ ഭയങ്കര വിഷമമായിട്ട് തോന്നാണ്. ഒരു സംഭവം അവന് വേണ്ടാന്ന് വെച്ചാൽ അവൻ കളയാൻ നോക്കിയിട്ട് പോലും അവൻ അത് കളയാൻ പറ്റുന്നില്ല. അത് കളഞ്ഞു എന്ന് തോന്നുമ്പോൾ അവൻ എന്താണ്, ഒട്ടും യൂസ്ലെസ് അല്ലാത്ത ഒരാളായിട്ട് തോന്നാണ്. അവൻ പ്രൊട്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹൊക്കാഗെയാണെന്ന് മനസ്സിലാക്കിയിട്ട് കോഡിനോട് ചോദിക്കുകയാണ്, നിനക്ക് ഹൊക്കാഗെനെ ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റുമോ? അയാളെ ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റുമെന്നോ? നിനക്കിതെന്താ? നിനക്ക് വലിയ കുഴപ്പമാണല്ലോ. അയാൾ കാരണമാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത്. അയാളാണ് കൊന്നത്, അയാളാണ് ഇതിന് മുഴുവൻ കാരണം. ഓട്ടോർസ്കി ക്ലാൻ തന്നെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ച 2 പേരാണ്. അവരിൽ
രണ്ടുപേരും. ഞാൻ എന്തായാലും അയാളെ വെറുതെ വിടാൻ പോകുന്നില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും വെറുതെ വിടാൻ പോകുന്നില്ല. കവാക്കിയെ നീ ഒന്നും ചെയ്യരുത് എന്ന് ആഡ പറയാണ്. കവാക്കിന് അത് വേണമെങ്കിൽ ഞാൻ നോക്കാം, പക്ഷെ ഹൊക്കാഗിനെ നടന്നത് തന്നെ. അപ്പോൾ നമ്മളുടെ ആഡ പറയാണ് എനിക്ക് ഒരാളെ കൂടെ ഇറക്കാണ്ട് ബഗ്. അപ്പോൾ ബഗ് പറയാണ് എനിക്ക് മനസ്സിലാകും, അവനെ നിന്നെ കൊണ്ട് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ആഡാന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല, പക്ഷെ അവൻ്റെ ആവശ്യം ഉറപ്പായിട്ടും നമുക്ക് വേണ്ടി വരും. ഞാൻ എന്തായാലും ഈ ഒരു കോഡിൻ്റെ ടീമൊന്നുമല്ല, എൻ്റെ ടീമിലാണ് കോഡ്, അത്രേ ഉള്ളൂ എന്ന്. അതേസമയം കവാക്കി വില്ലേജ് കൂടെ നടന്നു പോവാണ്. എല്ലാവരും സസ്പീഷ്യസ് ആയിട്ട് തന്നെ കവാക്കിയെ നോക്കുകയാണ്. ഹൊക്കാഗെ എടുത്തു വളർത്തിയ ദത്തപുത്രനാണ് കവാക്കി എന്ന രീതിയിൽ. അതൊക്കെ കേൾക്കുന്നുണ്ട് നമ്മളുടെ ഷിക്കഡായി. അവന് മനസ്സിലാവുന്ന അവന് ഇങ്ങനെയൊന്നും പറയുന്നതേ ഇഷ്ടമല്ല എന്ന്. അങ്ങനെ ഷിക്കഡായി കാര്യം തിരക്കുമ്പോൾ കവാക്കി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ, ഞാൻ ഒരുപാട് സ്ട്രോങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ കാര്യമില്ലാത്ത കാര്യം പറഞ്ഞിട്ട് പോവാണ്. അത് കണ്ടിട്ട് ഷിക്കഡായി പറയാണ് നീ ഒരുപാട് സ്ട്രോങ് ആണ് കവാക്കി, നീ ഓക്കെ അല്ലേ എന്ന്. സോറി എന്ന് പറഞ്ഞിട്ട് കവാക്കി പോവാണ്. കവാക്കിയുടെ കൂടെ പോയിട്ട് കുറച്ച് നടന്ന് ഷിക്കഡായി ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ കവാക്കി അങ്ങോട്ട് വിട്ടും തെളിച്ചും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനോത്തിനും ചോദിക്കും വരെ മനസ്സിലാവണം എന്തോ പ്രശ്നമുണ്ടെന്ന്. ഹിമവാരിയും ബൊറൂട്ടോയും സംസാരിക്കുമ്പോൾ കവാക്കി എന്തേലും ചോദിക്കുമ്പോൾ അവ ഇതുവരെ വന്നിട്ടില്ല എന്ന് ഹിമവാരി പറയാണ്. വന്നില്ലേ, അപ്പോൾ ലാസ്റ്റ് ചെയ്ത ഓഫർ എന്തായി എന്ന് നമ്മളുടെ ബൊറൂട്ടോ ആലോചിക്കുകയാണ്. കാരണം സിമുറ പറഞ്ഞിട്ട് ബൊറൂട്ടോ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് അവിടെ വെച്ചിട്ട് നമ്മളുടെ കവാക്കിക്ക് നമ്മളുടെ അമ്മയുടെ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത കർമ്മയില്ലേ അത് തിരിച്ച് റീസ്റ്റോർ ചെയ്യാനും അതിനെ കൂടുതൽ പവർഫുൾ ആക്കാനും ആർക്ക് സാധിക്കും, അമേഡോയ്ക്ക്. അത് അപ്പോൾ ഹിമവാരി ചോദിക്കുന്നുണ്ട് ഞാനും വരട്ടെ കവാക്കിനെ തിരക്കാൻ പോകാൻ. അപ്പോൾ നമ്മളുടെ ബൊറൂട്ടോ പറയുന്നുണ്ട് ഇല്ല അവനെവിടെ പോയെന്നാ, അവനെ തിരക്കാനൊന്നും ഞാൻ പോകുന്നില്ല, നീ ഇവിടെ നിൽക്ക് കളിക്കും, ഞാൻ പോകണം എന്ന് പറഞ്ഞിട്ട് അവൻ പോവാണ്. അതേസമയം കോഡും എടയും കൂടെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു പുതിയ ഒരു തുറക്കുന്നുണ്ട്. അതിനകത്ത് ആരും തന്നെ ഇല്ല. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു അണ്ണാൻകുഞ്ഞ് നമ്മളുടെ കോഡിൻ്റെ മണ്ടയ്ക്ക് കയറി എന്ന് ചാടിക്കളിക്കുകയാണ്. നിന്നോട് ഞാൻ പറഞ്ഞു ആരുടെയും മണ്ടയ്ക്ക് കയറരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, ഇതൊന്നും ആൾക്കാർക്ക് അത്ര ഇഷ്ടപ്പെടുന്ന കാര്യമൊന്നുമല്ല. നീ ചെയ്യുന്ന ഓരോ വികൃതിക്കും നിനക്ക് തരാൻ പോകുന്ന പണിഷ്മെൻറ്റ് എന്താണെന്ന് നിനക്ക് അറിയാമല്ലോ എന്ന്. അപ്പോൾ ആഡ പറയുന്നത് കേട്ടിട്ട് അവൻ പറയാണ് ഞാൻ എന്ത് ചെയ്തു എന്നാ, പാവല്ലേ, ഞാൻ നിങ്ങൾ ചെയ്തത് വല്ല ഉപദ്രവം ഉണ്ടാക്കിയോ? അപ്പോൾ കോഡ് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, എന്താ പ്രശ്നം, നിൻ്റെ പേരെന്താന്ന്. അപ്പോഴത്തേക്കും ആഡ പറയാണ് ഇവൻ്റെ പേരാണ് ഡൈമൺ. അപ്പോഴത്തേക്കും നമ്മളുടെ ഡൈമൺ പറയാണ് എനിക്ക് എല്ലാവരെയും അങ്ങനെ കളിപ്പിക്കുന്നതൊന്നും ഇഷ്ടമല്ല, വളരെ വീക്കായിട്ടുള്ളവരെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. അപ്പോൾ ബഗ്ഗിനെയും ഉപദ്രവിക്കുന്നുണ്ട്, അവിടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ ഈ ഡൈമൺ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ്സ് ഡൈമോനെ പിടിക്കാൻ വരുമ്പോൾ ഡൈമൺ എന്ത് ചെയ്യുന്നുണ്ട്, അവരോട് റിഫ്ലക്ഷൻ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് അവരോട് ഫൈറ്റ് ചെയ്യാണ്. കോഡ് ഇതുവരെ ഇങ്ങനൊരു ടെക്നിക്ക് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ആഡയോട് പറയണ അത് അവൻ്റെ സ്പെഷ്യൽ സ്കില്ലാണ്, അവൻ ഡെവലപ്പ് ചെയ്ത പുതിയ സ്കില്ലാണ്, അതായത് റിഫ്ലക്റ്റിംഗ് ടെക്നിക്ക്. അവനോട് എന്ത് അറ്റാക്ക് ചെയ്യാൻ പോകുന്നോ അത് അവന് റിഫ്ലക്ഷനും ആക്ഷനും വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് മാത്രമല്ല അതേ അറ്റാക്ക് തിരിച്ച് ചെയ്യാനും പറ്റും. പിന്നെ അവൻ ആ അറ്റാക്ക് മറക്കത്തുമില്ല. അങ്ങനൊരു ടെക്നിക്ക്. ഇവിടെ അവൻ വലിച്ചു വാരി ബഗ്ഗിനെയൊക്കെ എടുത്തിട്ട് അടിക്കുന്നുണ്ടെന്ന് മാത്രമല്ല എല്ലാവരെയും നല്ല രീതിയിൽ ശല്യം ചെയ്യുന്നുണ്ട്. ആഡ പറയുന്നത് കേൾക്കുമ്പോൾ കുറച്ചൊന്നും ഒതുങ്ങുന്നുണ്ട്. കൊച്ചു പിള്ളേരുടെ കാര്യമൊക്കെ ബേബി സിറ്ററിനെ വെച്ച് നോക്കണം എന്ന് നമ്മളുടെ കോഡ് പറയാണ്. ഞാനോ കൊച്ചോ, ഈ ചേട്ടനെ നമുക്ക് ഇടിച്ചാൽ കൊന്നാലോ എന്ന് ആഡ ചോദിക്കുമ്പോൾ ഇല്ല അവനെ ആവശ്യമുണ്ട് എന്ന് ആഡ പറയാണ്. ഓ അങ്ങനെയാണെങ്കിൽ ഇരിക്കട്ടെ കുഴപ്പമില്ല എന്ന് പറയാണ്. അപ്പൊ കോഡ് ചോദിക്കുകയാണ് ചേട്ടനോട് പറ എന്തൊക്കെയാ മോൻ്റെ പവേഴ്സ്. അപ്പോഴത്തേക്കും ആഡ പറയാണ് മിണ്ടരുത്, അതിനെ പറ്റിയിട്ടൊന്നും നീ ആരടുത്ത് പറഞ്ഞാലും കോഡിൻ്റെ അടുത്ത് പറയേ അരുത്. നീ ആരോടും ഒന്നും പറയാൻ പോവണ്ട, ഇക്കാര്യങ്ങൾ പറഞ്ഞാൽ നിന്റെ തല ഞാൻ വെട്ടു എന്ന് പറയാണ്. അതേസമയം ഹിനാറ്റ വന്നിട്ട് ബൊറൂട്ടോനോട് ചോദിക്കുകയാണ് എവിടാണ് കവാക്കി എന്ന്. അതേസമയം ഷോഗി കളിക്കുന്ന ഷിക്കമാറുവിനോട് ഷിക്കഡായി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൻ ഷോഗിലെ ഓരോ മൂവ്സും തെറ്റായിട്ട് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഷിക്കമാറുവും അത് തെറ്റായിട്ട് തന്നെയാണ് വെക്കുന്നത്. ഓ അപ്പോൾ നാറൂട്ടോയ്ക്കും പ്രശ്നമാണല്ലേ എന്ന് നമ്മളുടെ ഷിക്കഡായി ചോദിക്കുകയാണ്. അതെ, അവരുടെ ക്ലോസ് ഫ്രണ്ട്സ് ലിസ്റ്റ് വെക്കുന്ന നമ്മളുടെ ഷിക്കമാറിന്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള നാറൂട്ടോയ്ക്ക് ഒരു പ്രശ്നം, അതേപോലെ തന്നെ ഷിക്കഡായിനെ വെച്ച് നോക്കിയ കവാക്കിക്ക് ഒരു പ്രശ്നം. അവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് എന്തൊക്കെ വന്നാലും അവസാനം വരെയും കൂടെ കാണുന്നു. അങ്ങനെ അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ അവർ തന്നെ കാണും എന്ന് പറയാണ്. അപ്പോഴത്തേക്കും എന്ത് ചെയ്യാണ്, നമ്മളെ നാറൂട്ടോ ആണെങ്കിൽ കവാക്കിനെ തിരക്കിയിട്ട് നമ്മളുടെ ഹൊക്കാഗെ സ്റ്റോണിൻ്റെ അവിടെ പോവാണ്. അവിടെ കവാക്കി ഇരിക്കുകയാണ്. കവാക്കിയോട് സംസാരിക്കുകയാണ് നീ അങ്ങനെ ഒറ്റയ്ക്കൊന്നും അല്ല ഇങ്ങനെയൊക്കെയാണെന്ന്. എന്നാലും അവനൊരു പേടിയാണ്. അവൻ ഈ വില്ലേജിനെ സംബന്ധിച്ചിടത്തോളം ഹൊക്കാഗയുടെ മോനെ പോലെ തന്നെയാണ്. എന്താ മോനെ നീ വരൂലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ എന്ത് പറയാനാ എന്ന രീതിയിൽ സംസാരിക്കുക.
സംസാരിക്കുകയാണ്. ആദ്യമായി അവൻ ഇത്രയും ക്ലോസ് ആയി നാരുട്ടോയോട് സംസാരിക്കുമ്പോൾ നാരുട്ടോയ്ക്ക് ഭയങ്കര സന്തോഷമാകാണ്. അവനെ വിളിച്ചിട്ട് വീട്ടിലേക്ക് പോവാണ്. ഹിമവാരി അവിടെ അവൻ കൊടുത്ത ഫ്ലവേഴ്സ് ഒട്ടിച്ച് കൊടുത്തില്ലേ, അതവിടെ വെച്ചേക്കാണ്. ഇതിന്ന് കണ്ടോ, ഇപ്പോൾ വെള്ളം ഒന്നും തന്നെ ലീക്ക് ആവുന്നില്ല, അത് കംപ്ലീറ്റ്ലി ഫില്ലാണ്, അത് ഇൻകംപ്ലീറ്റ് അല്ല, ഇപ്പോൾ അതും നമ്മളുടെ ഫാമിലിയിലെ മെമ്പറാണ്, എൻ്റെ ചേട്ടനെ പോലെ എന്ന് ഹിമവാരി പറയാണ്. ബോറൂട്ടോ ചിരിക്കുകയാണ്, നാരുട്ടോയും ചിരിക്കുകയാണ്, ഹിനാറ്റയും ചിരിക്കുകയാണ്. പക്ഷെ കവാക്കിക്ക് എന്തോ ഈ ഫാമിലിയുടെ കൂടെ നിന്നിട്ട് അവരെ ഹേർട്ട് ചെയ്യുന്നത് പോലെയും അവൻ പുറത്തുനിന്ന് വന്ന് ഏതോ ഒരാളെ ഫാമിലിയിൽ നിന്ന് ഇവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന പോലെയൊക്കെയാ തോന്നുന്നത്. ബോറൂട്ടോ പറയുന്നുണ്ട്, ഓഞ്ഞ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരിക്കാതെ നീ തിന്ന് തുടങ്ങിയിട്ട് വേണം എനിക്ക് തിന്നെ, കാരണം എത്ര സമയം പോയി എന്ന്. അങ്ങനെ രാത്രി അവർ ബ്രഷ് ചെയ്യാൻ നിൽക്കുമ്പോഴും ഹിമവാരി പറയുന്നുണ്ട്, ചേട്ടാ നിങ്ങൾ എപ്പോഴും ആ ബോറൂട്ടോയുടെ കൂടെ കാണണേ, അവനൊരു പൊട്ടനാ, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് നടക്കണേ, രണ്ടുപേർക്കും ഒരു പ്രശ്നം ഉണ്ടാവരുത്, രണ്ടുപേരും സേഫ് ആയിരിക്കണേ എന്നൊക്കെ. അപ്പോഴത്തേക്കും അതൊക്കെ കേൾക്കുന്ന കവാക്കി, ഞാൻ ബോറൂട്ടോയ്ക്ക് ഒന്നും വരാൻ അനുവദിക്കില്ല എന്ന് പറയണം, നിങ്ങളും സേഫ് ആയിരിക്കണമെന്ന് പറയുമ്പോൾ എന്ന് പറയാണ്. അങ്ങനെ നമ്മളുടെ കവാക്കി എന്ത് ചെയ്യുന്നുണ്ട്, രാത്രി കിടക്കാൻ പോകുന്നുണ്ട്. ഹിമവാരി പറഞ്ഞതും അവിടെ നടന്നതും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ആലോചിക്കുകയാണ്. അപ്പോൾ നാരുട്ടോ അവിടേക്ക് വന്ന് പറയണേ, ഏട്ടാ നീ എന്താ ഇങ്ങനെ ആലോചിച്ചു കൂട്ടുന്നത്, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഹൊക്കാഗെക്കാണ്, എന്നാലും എനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഈ ഒരു സമയമാണ് ഏറ്റവും ഇഷ്ടം, കാരണം സാധാരണ ഒരാളായിട്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് നിൻ്റെ കൂടെ ഇരിക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് നീ ആവശ്യമില്ലാത്ത രീതിയിലൊന്നും ചിന്തിച്ച് വലിയ കൺഫ്യൂഷനൊന്നും നിനക്ക് തന്നെ ഉണ്ടാക്കി വെക്കണമെന്നും ഒരാവശ്യമില്ല. നമ്മളുടെ കവാക്കി ഒന്നും തന്നെ ചെയ്യുന്നില്ല. അടുത്ത ദിവസം പുറത്തു പോവാണ്. അങ്ങനെ പുറത്തു പോകുമ്പോഴും അവൻ അവിടെ നിന്ന് ആലോചിക്കുന്നത് എന്താണ്, നാരുട്ടോയുടെ കൂടെ ഇപ്പോൾ കുറാമയില്ല, അതൊരു വലിയ ലോസ് തന്നെയാണ്, കാരണം നാരുട്ടോയുടെ സ്ട്രെങ്ത് ഹാഫായിട്ട് കുറേക്കാണ്. അപ്പോൾ നാരുട്ടോയ്ക്ക് ഇനി എങ്ങനെയായിരിക്കും സംഭവം, ആ കുറാമ പോയതിൻ്റെ എല്ലാ വീക്ക്നെസ്സും നാരുട്ടോയുടെ മുഖത്തും ദേഹത്തും ഒക്കെ ഉണ്ട്. ആ നാരുട്ടോ ആകെ റെസ്റ്റ് എടുക്കുന്നത് വീട്ടിൽ വരുമ്പോൾ മാത്രമാണ്, അപ്പോഴത്തേക്കും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. അപ്പോൾ ഈ കോഡിൻ്റെ എൻട്രി വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയേക്കാണെന്ന് കവയ്ക്ക് മനസ്സിലാവാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഷിക്കമാറു ആണെങ്കിൽ നമ്മളുടെ സാസ്കി എടുത്ത് സംസാരിക്കുന്നുണ്ട്. അത് കോഡ് ഇങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടെന്നും കോഡ് തന്നെയാണെന്ന് കവയ്ക്ക് കൺഫേം ചെയ്തിട്ടുണ്ടെന്നും അവൻ്റെ ദേഹത്ത് വൈറ്റ് കർമ്മ എന്നെന്തോ ആണെന്നും അതൊന്നും കൃത്യമായിട്ട് അറിയത്തില്ലെന്നും കൃത്യമായിട്ട് അന്വേഷിക്കണമെന്നും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണമെന്നൊക്കെയാണ് നമ്മളുടെ ആര് പറയുന്നത്, ഷിക്കമാറു സാസ്കിയോട് പറയുന്നത്. ഇതെല്ലാം തന്നെ അമ്മയുടെ പുറകുന്ന് കേൾക്കുന്നുണ്ട്. നമ്മളുടെ ഷിക്കമാറു പറയാണ്, താൻ പുറകിലുണ്ടെന്ന് എനിക്കറിയാം, ഇനി വാ, എനിക്ക് ഇങ്ങനെ ഒളിച്ച് കേൾക്കുന്നത് ഇഷ്ടമല്ലാന്ന്. അപ്പോൾ അമ്മയുടെ പറയാണ്, ഞാൻ മനസ്സിലാക്കി നിനക്ക് അത് ഇഷ്ടമല്ലാന്ന്, പക്ഷെ ഞാൻ അവിടെ നിന്നതിൻ്റെ കാരണം നിങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കല്ലേ, എനിക്കത് കേൾക്കേണ്ട ആവശ്യമില്ല, ഞാനൊരു കാര്യം പറയാനായിട്ടാണ് വന്നതെന്ന്. അപ്പോഴത്തേക്കും ഷിക്കമാറു ചോദിക്കുകയാണ് എന്താ സംഭവം എന്ന്. അപ്പോഴത്തേക്കും നമ്മൾ അമ്മയുടെ പറയാണ്, ഇപ്പോൾ നടക്കുന്നതൊന്നും തന്നെ യാദർച്ഛികമായിട്ട് നടക്കുന്നതല്ല, എല്ലാം തന്നെ മുന്നേ നടന്ന ഒരു സംഭവമാണ്, എല്ലാം തന്നെ പ്രീ പ്ലാൻഡ് ആണ്, പക്ഷെ ഇതൊക്കെ നടക്കുന്നത് ഒരു ആക്സിഡന്റിലായിട്ടാണ്. ഷിക്കമാറു ചോദിക്കുകയാണ്, നിങ്ങളെന്താ ആളെ പൊട്ടനാക്കാൻ നോക്കുകയാണോ, നിങ്ങളും ചേർന്ന് തീരുമാനിച്ച മുൻകൂട്ടിയുള്ള ഒരു പ്ലാൻ പ്രകാരം തന്നെയാണിത് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ എനിക്ക് അത്രയ്ക്ക് ബുദ്ധിയുടെ ആവശ്യം വരുന്നില്ല എവിടെയെന്ന്. അപ്പോഴത്തേക്കും അമ്മയുടെ പറയാണ്, ഞാൻ പറയുന്നില്ല ഇത് പ്ലാൻ അല്ല എന്ന്, ഞാൻ പറഞ്ഞല്ലോ ഇത് പ്ലാൻ ആണ്, പക്ഷേ അതിപ്പോൾ നടക്കേണ്ട ആവശ്യമില്ല. ഇവൻ എങ്ങനെ ഇത് ചെയ്യാൻ അത്രയ്ക്കും ധൈര്യത്തോടെ വരുന്നു ഈ കോഡ്, അതിന് മാത്രം എന്തോ ഒന്ന് നടന്നിട്ടുണ്ട്, എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷേ എന്തൊക്കെ തന്നെ ആയാലും ഇപ്പോൾ ആ ഒരു ആവശ്യമുണ്ട്, അതായത് നമ്മളുടെ ആര് കവാക്കി കർമ്മ എടുക്കേണ്ട ആവശ്യമുണ്ട്. ഷിക്കമാറു പറയാണ്, അതായത് ഡി എൻ എ വെച്ച് നമ്മുടെ ജിറയനെ വരെ റീഇൻകാർണേറ്റ് ചെയ്ത് കൊണ്ടുവന്ന മനുഷ്യയാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ വിശ്വസിക്കാമോ, കാറയുടെ ഒരു കീ മെമ്പറായിരുന്നു നിങ്ങൾ, എന്നിട്ട് ആ ഒരു താക്കോലായിട്ടുള്ള നിങ്ങൾ തന്നെ നഷ്ടപ്പെട്ട് നിങ്ങൾ ഇവിടെ വന്നതുകൊണ്ടാണ് കാർ അത്രയും അധപ്പതിച്ചത്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമോ അല്ലെങ്കിൽ വില്ലേജിൻ്റെ കൂടെ നിൽക്കുമോ, അതെനിക്കത്ര അങ്ങോട്ട് ഉറപ്പില്ലെന്ന്. എന്തിനാ ഏത് സമയത്തായി വില്ലേജ് എങ്ങനെയാണ് വന്നതെന്ന് എനിക്ക് ഇപ്പോഴും കറക്റ്റായിട്ടൊരു ഐഡിയ ഇല്ല. പക്ഷേ ഈ വില്ലേജിനെ ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നു, എനിക്കിവിടെ ഈ വില്ലേജ് പ്രൊട്ടക്ടറായിട്ട് നിൽക്കേണ്ട എൻ്റെ കൂടെ ആവശ്യമാണ്. ഒരു വെപ്പൺ പോലെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയും അല്ലെന്നും പറയാം, എനിക്കത് കൃത്യമായിട്ട് പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല, പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാമെന്ന രീതിയിൽ അമ്മഡോ പറയാണ്. അതേസമയം നമ്മളുടെ ഹിമവാരിനെ കാണിക്കുകയാണ്. നമ്മളുടെ കവാക്കി വന്ന് നോക്കുകയാണ്. അതിൻ്റെ നമ്മളുടെ കവാക്കി എന്ത് ചെയ്യുന്നുണ്ട് നോക്കുമ്പോൾ നാരുട്ടോയും അതുപോലെ തന്നെ ഹിനാറ്റയും ഒരു സിനിമ കാണുന്നുണ്ട്. നാരുട്ടോ നല്ല ഉറക്കം, ഹിനാറ്റോ ഇമോഷണലി കരയുന്നു. അങ്ങനെ
ബൊറൂട്ടോനോട് ഞാൻ ബുക്സ് കൊണ്ട് പുറത്ത് ഡസ്റ്റ്ബിന്നിൽ അവിടെ കൊണ്ടുപോയിട്ടിട്ട് വരാം എന്നും പറഞ്ഞ് ബുക്സ് എല്ലാം CDs കൊണ്ടിട്ടിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്ത് പോകുന്നുണ്ട്. എന്നുവെച്ചാൽ അതവിടെ കൊണ്ടുപോയിട്ടിട്ട് കവാക്കി പെട്ടെന്ന് തന്നെ പുല്ലിൻ്റെ ഇടയിൽ തിരിച്ചു വരുന്നുണ്ട്. അപ്പോഴത്തേക്കും അവിടെയുള്ള സെക്യൂരിറ്റി അതായത് ബോഡി ഗാർഡ് കാണുമ്പോൾ കവാക്കി പോയി തിരിച്ച് വീടിനകത്ത് കയറിയ ഒരു കുഴപ്പമില്ല, അവരകത്ത് കയറിയിട്ട് നേരെ ടോയ്ലറ്റിൽ കയറി പോവാണ്. അവൻ അങ്ങനെ ചെയ്യേണ്ടതല്ലല്ലോ എന്ന് ബൊറൂട്ടോ ആലോചിക്കുകയാണ്. കാരണം അവൻ അങ്ങനെ പെട്ടെന്ന് ഒരാൾ അങ്ങനെ മിണ്ടാതെ അങ്ങനെ അവൻ എന്തെയാണ് തട്ടി നോക്കുകയാണ്. അപ്പോൾ കവാക്കി പറയണം, എന്താടാ ഒന്നിന് പോകാനെങ്കിലും വേണ്ട, ഒന്നിനെ ഒറ്റയ്ക്ക് ഞാൻ ഒന്ന് പോക്കോട്ടെന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ ബൊറൂട്ടോയ്ക്ക് ഭയങ്കര സംശയം തോന്നുകയാണ്. കാരണം ഇങ്ങനൊരു സംസാരം കവാക്കിയുടെ വായൊന്നും വരേണ്ടതല്ല, നല്ല പോലത്തെ വാക്കുകളാണ് വരേണ്ടത്. നറൂട്ടോ വരുമ്പോൾ നറൂട്ടോനോടും ഇക്കാര്യം പറയുന്നുണ്ട് ബൊറൂട്ടോ. അതേസമയം യഥാർത്ഥ കവാക്കി എന്തെയാണ് പുറത്തിരുന്നതെല്ലാം കാണാണ്. എന്നുവെച്ചാൽ ഗാർഡിൻ്റെ കണ്ണ് വെട്ടിച്ച് അവൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. ആഡ് ഈ കാര്യം നമ്മളുടെ കോഡിനോട് പറയുന്നുണ്ട്. കോഡ് ഇക്കാര്യം ഉപയോഗിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഡിമൻ ആണെങ്കിൽ നമ്മൾ ആഡയുടെ പുറത്ത് കിടന്ന് ഉറങ്ങുകയാണ്, അതുകൊണ്ട് അവൾക്ക് പോകാൻ കഴിയില്ല. അപ്പോഴത്തേക്കും നമ്മളുടെ നറൂട്ടോ ആണെങ്കിൽ പുറത്ത് വന്ന് നോക്കുകയാണ്. കാരണം നറൂട്ടോയ്ക്ക് പുറത്ത് ആരുടെയോ ചക്ര സെൻസ് ചെയ്തതുപോലെ തോന്നി, അത് ബൊറൂട്ടോയ്ക്കും തോന്നി. അതുകൊണ്ടാണ് അവർ പുറത്ത് പോയി നോക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്യാണ്, അവർ ബാത്റൂമിനകത്ത് വന്ന് നോക്കുമ്പോൾ നമ്മളെ കവാക്കി ആണെങ്കിൽ അവിടെ ഇല്ല, ക്ലോണാണ് ഉള്ളത്. അത് കണ്ടപ്പോഴേ നമ്മളുടെ ബൊറൂട്ടോയ്ക്ക് മുമ്പേ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. നറൂട്ടോയ്ക്ക് സംശയം മാത്രമേ ഉണ്ടായിരുന്നു. ആഡ് കോഡിനോട് പറയുന്നുണ്ട്, നീ ചാടി പുറപ്പെട്ട് കാള പറ്റൂന്ന് കേട്ടുമ്പോഴേ കയറെടുക്കാൻ പോകുന്നതൊക്കെ കൊള്ളാം. ആ കവാക്കി ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചക്ര പോലും ഇൻവിസിബിൾ ആക്കിയിട്ടാണ് വരുന്നത്. അവന് ഇപ്പോഴും ആ ഒരു പവറുണ്ട്. ഏത് പവർ? ഒറ്റോട്സുക്കി ഗ്ലാൻഡിന്റെ പവർ എന്ന്. അപ്പോഴത്തേക്കും ഇതൊന്നും എനിക്കൊരു വിഷയമില്ലെന്ന് പറഞ്ഞ കോഡ് എന്ത് ചെയ്യുന്നുണ്ട്, പാഞ്ഞു പോകുന്നുണ്ട് കവാക്കിനെ ഒറ്റയ്ക്കാൻ. പുറകിൽ നിന്ന് അടിച്ചിടുന്നുണ്ട് നമ്മളുടെ കവാക്കി നെല്ലം പതിച്ച് അടിച്ച് വീഴാണ്. അതേസമയം ഇവിടെ ബൊറൂട്ടോയും അതുപോലെ തന്നെ നറൂട്ടോയും ഈ കാര്യം സംസാരിക്കുന്നുണ്ട്. ഈ കാര്യം ആരും അറിയുന്നുണ്ട്, ഷിക്കമാറു അറിയുന്നുണ്ട്, നറൂട്ടോ പറയുന്നുണ്ട്. അമ്മടോ കേട്ടിട്ട് എന്താ ഇപ്പോൾ ഇവിടെ നടന്നേ, നിങ്ങളെന്താ പ്രൊട്ടക്ട് ചെയ്തില്ല, ഞങ്ങളെന്താ സ്പൂൺ ഫീഡ് ചെയ്യായിരുന്നു അവനെ, അവൻ തന്നെ അല്ലേ പോയത്, ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ അടുത്ത സ്റ്റെപ്പായിട്ട് അവനെ അന്വേഷിക്കാനാണ് പോകുന്നത്, തനിക്ക് പറ്റുമെങ്കിൽ താൻ വെച്ചേ, ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞ് ഷിക്കമാറു നിൽക്കുകയാണ്. അവരോട് ആണെങ്കിൽ ഗാർഡിനെയൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട്, ഞാൻ കണ്ടായിരുന്നു, പക്ഷെ അയാൾ തിരിച്ചു കയറി പോകുന്നതാ ഞാൻ കണ്ടേന്ന്. ഇല്ല, അവൻ ഇവിടെ വന്നിട്ടില്ല, നിങ്ങളെ പറ്റിച്ചു, എനിക്ക് മുമ്പേ തന്നെ അറിയാമെന്ന് ഒന്ന് ബൊറൂട്ടോ പറയാണ്. അതേസമയം കോഡും കവാക്കി ചെറിയൊരു ഫൈറ്റിൽ പോവാണ്. ഇതിൽ കോഡ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് പൊങ്ങി, അതായത് ഒന്ന് ഒത്തിരി കയറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കവാക്കിനെ അടിച്ച് നിലത്തിട്ടിട്ട് കോഡ് അവൻ്റെ തലയിൽ ചവിട്ടി പിടിക്കുകയാണ്, കാല് പിടിപ്പിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മൾ ആഡ പറയുന്നുണ്ട്, കോഡ് നിന്റെ അഹങ്കാരം നിർത്ത്, തലേന്ന് കാലെടുത്തില്ലെങ്കിൽ നിന്റെ കാല് ഞാൻ വെട്ടുമെന്ന്. അപ്പോഴത്തേക്കും അത് കേട്ടിട്ട് നമ്മളുടെ കോഡ് തലേന്ന് കാലെടുക്കുന്നുണ്ട്. കാരണം ആഡയുടെ ഡയറക്ഷൻ പ്രകാരമാണ് കവാക്കിയുടെ അടുത്ത് കൃത്യമായിട്ട് എത്തിയത്. ആ ഒരു മൂന്നിനെ തന്നെ ഞാൻ പിടിച്ചെടുക്കും, നിന്നെ ആ ഒരു സമയത്ത് നിന്നെ ഞാൻ എൻ്റെ വരച്ചെന്ന് വരയിൽ നിർത്തും, നോക്കിക്കോ, നിന്നെ ഞാൻ ഒരു വിധത്തിലും വെറുതെ വിടാൻ പോകുന്നില്ല, നീ അനുഭവിക്കും, ജീവനോടെ ഇരുന്ന് അനുഭവിക്കും, നിന്നെ കൊല്ലരുത് എന്ന ഒരാളുടെ ഓർഡർ കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോകുന്ന ഒരാളാണ് നീ, ഇല്ലാത്തെങ്കിൽ നിന്നെ തന്നെ ഞാൻ തീർത്തനെ എന്ന് കോഡ് പറയാം. ഇത്രയും പറഞ്ഞ് കവാക്കിനെ കോഡ് തൂക്കിയെടുത്ത് എറിയുന്ന സമയത്താണ് ബൊറൂട്ടോ അങ്ങോട്ട് വരുന്നത്. നിന്നോട് ആരാ ലീഫ് വില്ലേജിൽ കയറാൻ പറഞ്ഞേ, നീ എങ്ങനെയാ ലീഫ് വില്ലേജിൽ വന്നേ, ഇത്ര ധൈര്യമായിട്ട് നിനക്ക് എങ്ങനെ കവാക്കിനെ തൊടാൻ തോന്നിയെന്നൊക്കെ ബൊറൂട്ടോ ചോദിക്കുകയാണ്. നീ ഏതാടാ കൊച്ചേർക്ക എന്നോടോ ഒന്ന് ചോദിക്കാമെന്ന്. അപ്പോൾ ആടെ പറയാണ്, എടാ അവൻ ഇത്ര കൊച്ചൊന്നും അല്ല, അവനും കാര്യങ്ങളൊക്കെ അറിയാം, അവനും ഒത്തിരി ഇതാണെന്ന്, ഒത്തിരി പ്രശ്നമാണെന്ന്. അപ്പോൾ ജമൻ ഉറങ്ങുന്നത് കൊണ്ട് തന്നെ ആഡയ്ക്ക് അങ്ങനെ വരാൻ പറ്റില്ല. കോഡ് പെട്ടെന്ന് അവൻ്റെ ഹുഡിയൊക്കെ പിടിച്ചിട്ടിട്ട് അവൻ റെഡിയായി നിൽക്കുന്നുണ്ട്. ഒരു രീതിയിലും ബൊറൂട്ടോനോടോ കവാക്കിയോടോ ഫൈറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യവും കോഡിനില്ല എന്നാണ് അവൻ വിശ്വസിക്കുന്നത്. അതേസമയം നമ്മളുടെ കവാക്കിക്കാണെങ്കിൽ ഫോർഹെഡ് പ്രൊട്ടക്ടർ ബാൻഡ് ഉൾപ്പെടെയാണ് നമ്മൾ ആര് വന്നേക്കുന്നത്, ബൊറൂട്ടോ വന്നേക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മളെ കവാക്കി പറയാണ്, എനിക്ക് വേണ്ടി ഞാൻ തന്നെ ഫൈറ്റ് ചെയ്തോളാം, കോഡ് നീ പറ, ആരാണ് എന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നിൽക്കുന്ന ആ ഒരാൾ, അയാളെ എനിക്ക് കാണണമെന്ന്. ഇടയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നെ കാണണമെന്നോ, കോഡ് എന്നെ കാണണമെന്നാണ് അവൻ പറഞ്ഞത്. നിന്നെ കാണണമെന്ന് തന്നെ അവൻ പറഞ്ഞത്, പക്ഷേ നിന്നെ കാണാനായിട്ട് അവൻ എൻ്റെ കൂടെ വരേണ്ടതായിട്ട് വരുമല്ലോ എന്ന് കോഡ് പറയാണ്. ആടെ പറയാണ്, ഇങ്ങോട്ടോ, അവൻ എന്നെ കാണാൻ വരുന്നോ, ഞാൻ എങ്ങോട്ട് വേണോ ആരെ കാണാൻ വേണോ വരാം, അവളെ അല്ലെങ്കിൽ ആ ഒരാളെ, ആ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന ആള് നിന്നെക്കാൾ ഉയർന്ന പദവിയിലുള്ളതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് കോഡ് എന്ന് ആര് പറയാണ്, കവാക്കി പറയാണ്. കാരണം കവാക്കി പറയുന്നത് കോഡ് ഒരാളുടെ ഓർഡർ കേൾക്കണമെങ്കിൽ അയാൾ കോഡിനേക്കാളും കവാക്കിയേക്കാളും ഒക്കെ ഒരുപാട് മുകളിൽ നിൽക്കുന്ന ഒരാളായിരിക്കും. അതെന്തായാലും പുതിയൊരു ക്യാരക്ടറാണെന്നും കവാക്കിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനാണെങ്കിൽ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. നറൂട്ടോ ആണെങ്കിൽ പോയിട്ട് ബൊറൂട്ടോനെ നോക്കുമ്പോൾ ബൊറൂട്ടോനെ കാണാനും ഇല്ല. അപ്പോൾ ബൊറൂട്ടോയുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാനായിട്ട്
പറയാണ്. അങ്ങനെ നമ്മളുടെ അവിടെയുള്ള ഇൻസ്പെക്ടേഴ്സും എല്ലാവരും ഗാർഡ്സും എല്ലാവരും അങ്ങനെ ട്രേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അതേസമയം ബൊറൂട്ടോ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കോഡിനോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്, റസങ്കൻ എടുക്കുന്നുണ്ട്. അവനാണെങ്കിൽ കർമ്മ മോഡിലേക്ക് പോകുന്നുണ്ട്. അവൻ ഒരുപാട് പവർഫുൾ ആണെന്ന് തോന്നുന്നു എന്ന് ആഡ പറയാണ്. നീ ഒന്ന് നിർത്തിയേ, നിനക്ക് എന്തറിയാം കർമ്മേനെ പറ്റിയിട്ട് എന്ന് പറഞ്ഞ മട്ടിലാണ് കോഡ് നിൽക്കുന്നത്. അതേസമയം ബൊറൂട്ടോ ആണെങ്കിൽ കർമ്മ പവർ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാണ്. അവൻ ഒരു രീതിയിൽ മൊമോഷിക്ക് അറ്റാക്ക്, അതായത് ആ ഒരു അറ്റാക്കിൽ പിടിച്ചെടുക്കുന്നില്ല. ബൊറൂട്ടോ സ്വന്തം കൺട്രോളിൽ തന്നെയാണ് നിന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ ബൊറൂട്ടോനെ ഒരുപാട് വട്ടം കോഡ് അടിച്ച് ദൂരെ തെറിപ്പിക്കുകയാണ്. മോനെ കർമ്മ ഉണ്ടായ പോലെ കർമ്മ ഉപയോഗിക്കാൻ അറിയണമെന്ന് പറയണം. നമ്മുടെ ബൊറൂട്ടോ ഷൂറിംഗ് എടുത്തിട്ട് കോഡിന്റെ നേർക്ക് എറിയുന്നുണ്ട്. അതൊന്നും തന്നെ ഏൽക്കുന്നില്ല എന്ന് മാത്രമല്ല കോഡ് നല്ല രീതിയിൽ അടിച്ച് ബൊറൂട്ടോനെയും കവാക്കിനെയും ദൂരെ എറിയുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ നീ വരണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ ബൊറൂട്ടോ എന്ന് കോഡ് പറയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഓട്ടോട്സുക്കി ക്ലാൻ മെമ്പേഴ്സും ഞാൻ ഉൾപ്പെടെ കർമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. നിനക്ക് കവാക്കിയോട് ചോദിച്ചുകൂടായിരുന്നോ അത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന്? ഒന്നും അറിഞ്ഞുകൂടാന്ന് നീ ഇവിടെ വന്നൂല്ലേ എന്നും പറഞ്ഞിട്ട് നമ്മളുടെ പ്രശ്നം ഉണ്ടാക്കാണ് ബൊറൂട്ടോനെ ചവിട്ടാൻ പോകുമ്പോൾ പെട്ടെന്ന് ബൊറൂട്ടോ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ നല്ല രീതിയിലും അങ്ങ് എന്ത് ചെയ്യുന്നുണ്ട്, കർമ്മ അങ്ങോട്ട് ആക്ടിവേറ്റ് ആവുന്നുണ്ട്. മൊമോഷിക്ക് വന്നു എന്ന പ്രതിനിധിയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇത്രയും പവറുള്ള ഒരു ചക്ര ആ ഒരു സംഭവം ട്രേസ് ചെയ്തപ്പോഴേ മൊമോഷിക്ക് വന്നു എന്ന് കോഡിന് മൊമോഷിക്ക് വന്നു എന്ന് കോഡ് ചോദിക്കുമ്പോൾ കോഡിനെ പാഞ്ഞു പോയി ഒരൊറ്റ അടിയാണ് കോഡിന്റെ മണ്ട പൊള്ളന്ന രണ്ടായ അവസ്ഥയിലാണ് ആ കോഡ് നിൽക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മളുടെ ബൊറൂട്ടോ എന്ന് കവാക്കി വിളിക്കുമ്പോഴേ ബൊറൂട്ടോ അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. അതിന്ന് കവാക്കിക്ക് മനസ്സിലായി ബൊറൂട്ടോ സ്വന്തം കൺട്രോളിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന്. കോഡിനെ അടിച്ച് 2 കാർഡ് അപ്പുറം പോയി അവിടെ പോയി ഇവിടെ നമ്മുടെ ആഡയാണ് കമാൻഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന കോഡിനെ കൃത്യമായിട്ട് എങ്ങനെ മൂവ് ചെയ്യണം എന്നുള്ള കാര്യം. കാരണം കോഡിന് ടെക്നിക്ക് ഉപയോഗിക്കാൻ മാത്രമേ അറിയാവുള്ളൂ. എപ്പോഴും എങ്ങനെ എവിടെ വരും എന്നൊന്നും അറിയത്തില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ആഡയ്ക്ക് അത് പറ്റുന്നുണ്ട്. അവൾ പുറത്തുനിന്ന് ഒരാൾ കളി കാണുന്നത് പോലെയാണ്. നാറൂട്ടോ ഒറ്റയ്ക്ക് കാട്ടിലേക്ക് പോയി അന്വേഷിക്കാനായിട്ട് ഇരിക്കുമ്പോൾ അവിടത്തേക്ക് ഷിക്കമാർ വരാണ്. എൻ്റെ പൊന്നുമോനെ നീ ഒറ്റയ്ക്ക് അങ്ങ് പോയപ്പോൾ മല മറിക്കോ? ഓ ഞാനും വരുമെന്ന് ഷിക്കമാർ പറയാണ്. ഹിനാറ്റോ എന്താ പ്രശ്നം, എവിടെ ബൊറൂട്ടോയും കവാക്കി എവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നാറൂട്ടോ പറയാണ് നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞാൻ കൊണ്ടുവരും അവരെ എന്ന്. അപ്പോൾ ഹിമവാരി അങ്ങോട്ട് വരികയാണ്. അങ്ങനെ ഇങ്ങനെ അവരെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. നാറൂട്ടോ പറയണ ഹിനാറ്റ നീ വരണ്ട, നീ ഹിമവാരിയുടെ കൂടെ ഇവിടെ ഇരി, ഇവിടെ അവൾ ഒറ്റയ്ക്കായിട്ട് പോയാൽ നിനക്ക് അറിയാലോ എന്ത് പ്രശ്നം വരുമെന്ന്. അപ്പോൾ ഹിമവാരി ചോദിക്കുകയാണ് ഞാനിവിടെ ഇരിക്കാം, പക്ഷേ ബൊറൂട്ടോയും കവാക്കിയും സേഫ് ആയിരിക്കൂലേ, തിരിച്ച് കൊണ്ടുവരുമല്ലേ? അപ്പോൾ നാറൂട്ടോ പറയണ എന്തൊക്കെ വന്നാലും ഞാൻ കൊണ്ടുവന്നിരിക്കുമെന്ന്. അതേസമയം കോഡിന്റെ ആ ഒരു ഇത് തന്നെ മൊത്തത്തിൽ അബ്സോർബ് ചെയ്തെടുക്കാൻ നോക്കാണ് ബൊറൂട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ബൊറൂട്ടോ ചെയ്യുന്നത് കണ്ട അതൊന്നും നടക്കത്തില്ല, നീ വിചാരിക്കും പോലെ ഈസി അല്ലെന്ന് ആര് പറയുന്നുണ്ട്, കവാക്കി പറയുന്നുണ്ട്. നിന്നെ ഞാൻ തീർക്കോളാന്ന രീതിയിലാണ് ആര് നിൽക്കുന്നത്, കോഡ് നിൽക്കുന്നത്. നമ്മളുടെ കവാക്കിയുടെ കഴുത്തിന് ചുറ്റി പിടിച്ചിട്ട് ബൊറൂട്ടോനെ ഭീഷണിപ്പെടുത്താണ്. ബൊറൂട്ടോ അങ്ങനെ എങ്ങനെയൊന്നും വീണ്ടും കൊടുക്കുന്നില്ലെങ്കിലും അവന്റെ രക്ഷിക്കാനായിട്ട് ബൊറൂട്ടോ പോകുമ്പോൾ പല രീതിയിൽ നമ്മളുടെ കോഡ് ബൊറൂട്ടോനെ അറ്റാക്ക് ചെയ്യാണ്. അത് മാത്രമല്ല കവാക്കിനെ വീട്ടിട്ട് ബൊറൂട്ടോനെ മാത്രം വെച്ചൊരു ഫൈറ്റിലേക്ക് പോവാണ്. മൊമോഷിക്ക് നിന്നെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ് ഞാൻ നിന്നെ ഡിവൈൻ ട്രീക്ക് ഒരു വളമായിട്ട് കൊടുക്കും. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തോടെ, നീ ഓട്ടോട്സുക്കി ക്ലാൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ബഹുമാനിക്കുന്നത് എന്നാര് പറയാണ്, കോഡ് പറയാണ് നിന്റെ ഒരു ബഹുമാനവും എനിക്ക് ആവശ്യമില്ല എന്ന രീതിയിൽ ബൊറൂട്ടോ പറയാണ്. അതേസമയം നാറൂട്ടോ ആണെങ്കിൽ സേജ് മോഡിൽ ഓൾറെഡി 40 കിലോമീറ്റർ അപ്പുറം വെസ്റ്റ് സൈഡിൽ ഇവരുടെ ഡയറക്ഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഹിമവാരിയുടെ അടുത്തും ഹിനാറ്റയുടെ അടുത്തും സേഫ് ആയിട്ടിരിക്കാൻ പറഞ്ഞിട്ടാണ് പോകുന്നത്. നമ്മുടെ ബൊറൂട്ടോയും അതുപോലെ തന്നെ കോളും വൻ ഫൈറ്റാണ്. വാനിഷിംഗ് റസങ്കൻ, ബിഗ് ബേർഡ് റസങ്കൻ, സാധാരണ റസങ്കൻ, അങ്ങനെ പല രീതിയിലുള്ള ഫൈറ്റ് അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മളുടെ സിമുറ കേൾക്കുന്നുണ്ട് ആമയുടെ ഒറ്റയ്ക്ക് നിന്ന് പറയുന്നത്, അതായത് നീ ചെയ്യാൻ പോയി എന്ത് കാര്യമാണോ അത് നീ ചെയ്തിട്ട് വാ കവാക്കിന്ന്. അതായത് അവൻ ചെയ്യാൻ പോയത് എന്താണെന്ന് ആമഡോയ്ക്ക് അറിയാം. ഇവരെ സായി ചോദിക്കുമ്പോൾ എനിക്കൊന്നും തന്നെ അറിയത്തില്ല, എന്തേലും നടക്കും, എല്ലാം ആക്സിഡൻ്റ് ആണെന്നാണ് ആമഡോ പറയുന്നത്. എന്നാൽ സായിക്ക് മനസ്സിലായി ഇയാൾക്ക് എന്തൊക്കെയോ അറിയാമെന്ന്. അടാ പറയുന്ന എല്ലാ കമൻറ്റും കേട്ടാണ് ആരിവിടെ ഫൈറ്റ് ചെയ്യുന്നത്, കോഡ് വിചാരിക്കും പോലെ ഒരു ഈസി എനിമി അല്ല ബൊറൂട്ടോ എന്ന് പറയാണ്. എന്നാൽ ബൊറൂട്ടോയ്ക്ക് ഭയങ്കരമായിട്ട് നെഞ്ചുവേദന എടുത്ത് ബൊറൂട്ടോ വീഴാണ്. ബൊറൂട്ടോയുടെ അവസ്ഥ കണ്ടിട്ട് അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും എന്ന് ആർക്ക് മനസ്സിലാവണം, കവാക്കിയെ. അപ്പോഴത്തേക്കും നമ്മുടെ ബൊറൂട്ടോനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്ന കോഡിന് നേരെ പിന്നെ നോക്കുന്നത് ബൊറൂട്ടോ അല്ല, അത് മൊമോഷിക്ക് ഒട്ടോട്സുക്കിയാണ്. ബൊറൂട്ടോയുടെ മൊമോഷിക്ക് പറയാണ്, ബൊറൂട്ടോ നിന്നോട് ഞാൻ മുമ്പേ തന്നെ പറഞ്ഞതാണ് എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ, നീ കേൾക്കൂല, നിന്നെ എങ്ങനെ വരിക്ക് കൊണ്ടുവരണമെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞ മൊമോഷിക്കാണ് അത് ചെയ്തമായിട്ട് തൻ്റെ ദേഹം ചൂസ് ചെയ്ത ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ഫീല് വരെയാണ്, നീ വളരെയധികം സെലക്റ്റഡ് ആണ്
എന്ന് പറഞ്ഞ് മൊമോഷിക്ക് ഉള്ളിലേക്ക് കയറാണ്. മൊമോഷിക്കിനെ കണ്ടതും ഞെട്ടിപ്പോവാണ് ശരിക്കും നമ്മളുടെ കോഡ്. കാരണം മൊമോഷിക്ക് ഇതൊന്നും ഉപയോഗിക്കാൻ അറിയില്ല എന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ മൊമോഷിക്ക് ചോദിക്കണം, എന്താടാ ചെക്ക അതിന്റെ പേര്? ബിഗ് ബോൾ റെസിംഗ് എന്ന് പറഞ്ഞിട്ട് നേരെ അറ്റാക്കാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഒട്ടനെ തന്നെ ബോറുട്ടോ തീരും. അപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് പ്രോസസ്സായിട്ട് അങ്ങനെ കുരുങ്ങിപ്പോയതാണ്. സോ കുഴപ്പമൊന്നുമില്ല, നമ്മൾ നാളെ തന്നെ ഒരു എത്തും. ഓക്കെ, അപ്പോഴത്തേക്കും നമുക്ക് നാളെ കാണാം. രാത്രി എത്ര മണിയെന്നൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതുവരെ ടാറ്റാ.